Good morning, everybody. This is video 1 plus 1 English. Plus 1 English. അതിലെ ഫസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിൽ I think 2 lessons are already taken. 2 lessons are already taken. The lesson number 1, his first flight. The lesson number 2, I will fly. ഈ രണ്ട് ലെസൺസ് നിങ്ങൾക്ക് എടുത്തതാണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ there are 2 more lessons. The third lesson is quest for a theory of everything. And the fourth lesson is if. It is a poem. Now I am coming to the fourth lesson, that is if. If. This is the fourth lesson. നിങ്ങൾക്കറിയാം ഈ +1 +2 ഇംഗ്ലീഷ് ലെസൺസ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടോട്ടൽ there are 6 units. There are 6 units total. The first unit contains 4 lessons. And all the other 5 units contains 3 lessons each. First unit contains 4 lessons and all the remaining blocks contains 3 lessons. That means total 19 lessons. Total 19 lessons. അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റിൽ there are 4 lessons. അതിൽ ഈ ഒന്നാമത്തെ ലെസണാണ് നിങ്ങൾക്കെടുത്ത ആദ്യത്തെ പാഠം, ദാറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. രണ്ടാമത്തത് നിങ്ങൾക്കെടുത്തു, ദാറ്റ് ഈസ് ഐ വിൽ ഫ്ലൈ. മൂന്നാമത്തത് നാലാമത്തതുമാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഇനി എടുക്കാനുള്ളത്. അതിൽ ഐ ആം ടേക്കിംഗ് ദ ഫോർത്ത് ലെസൺ ഇഫ്. ദ ഫോർത്ത് ലെസൺ ഈസ് ഇഫ്. ഇറ്റ് ഈസ് എ പോയിന്റ്. നിങ്ങൾക്കറിയാം ഈ 6 ബ്ലോക്ക് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 6 ബ്ലോക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ടാണ്. ഓരോ ബ്ലോക്കിലും ഓരോ ടോപ്പിക്കാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൽ അതിൽ 4 ലെസൺസ് ഉണ്ട്. ആക്ച്വലി ഈ 4 ലെസൺസ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക്. അതിൽ വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ദിസ് ഈസ് ദ ടോപ്പിക്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. വ്യക്തിത്വ വികസനം. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം, നിങ്ങൾ യു ആർ ഇൻ ദ +1 ക്ലാസ്. ആൾമോസ്റ്റ് യു ആർ 16 years old. ഇപ്പോൾ യു ആർ യങ് മെൻ ആൻഡ് യങ് ലേഡീസ്. ചെറുപ്പത്തിലേക്ക് കാലെടുത്ത് കുത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിങ്ങൾ. സ്വാഭാവികമായിട്ടും ആ കൊച്ചുകുട്ടി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പോയി കഴിഞ്ഞു. വി ആർ ആൾമോസ്റ്റ് ഗ്രോണം. യു ആർ ആൾമോസ്റ്റ് ഗ്രോണം. ഏതാണ്ടൊക്കെ നിങ്ങൾ വളർന്നു കഴിഞ്ഞ കുട്ടികളാണ്. ഈ വളരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് നമുക്ക് നമ്മുടേതായൊരു വ്യക്തിത്വം ഉണ്ടാകണം, നമ്മുടേതായൊരു പേഴ്സണാലിറ്റി, നമ്മുടേതായൊരു ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം. നമ്മൾ ആരാണ്? ഇപ്പോൾ നമ്മളെ നടത്തിയും നമ്മളെ പോക്കും നമ്മളെ സംസാരവും നമ്മളെ ഭാഷയും നമ്മളെ വേഷവിധാനവും നമ്മളെ രീതികളും ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻസാണ്, പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ നല്ല പേഴ്സണാലിറ്റി കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ പ്രായത്തിലൊക്കെ അതിൻ്റെ അത്യാവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തവർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബേസിക് പോയിൻ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു 4 ലെസൺസ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദ ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ ഈസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. ആൻഡ് വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും എന്നാൽ കാര്യമില്ലാതെയുമില്ല. ആൻഡ് ഹൗ ടു ബിഹേവ്, എങ്ങനെ പെരുമാറണം, ഓരോരോ സന്ദർഭങ്ങളിലും എങ്ങനെ പെരുമാറണം. ഉദാഹരണമായിട്ട് ഹൗ ടു ബിഹേവ് വിത്ത് ദ പാരൻസ്, അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണം. ഹൗ ടു ബിഹേവ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം. ഹൗ ടു ബിഹേവ് വിത്ത് ദ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം. ഹൗ ടു ബിഹേവ് വിത്ത് യുവർ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം. ഹൗ ടു ബിഹേവ് വിത്ത് ദ സ്ട്രേഞ്ചേഴ്സ്,
അപരിചിതരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം. ഇതൊന്നും ഒരു പക്ഷേ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പാഠങ്ങളല്ല. ഇതൊക്കെ നമ്മളോടൊപ്പം വളർന്നു വരുന്ന ചില ശീലങ്ങളാണ് നമ്മുടെ പെരുമാറ്റം നിശ്ചയിക്കുന്നത്. എങ്കിൽ പോലും പെരുമാറ്റത്തിൻ്റേതായിട്ടുള്ള കുറേ സവിശേഷതകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒന്നാമത്തെ ബ്ലോക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നൗ വി ആർ കമ്മിങ് ടു ദ ഫോർത്ത് ലെസൺ, ഇഫ്. The fourth lesson, if. This is a poem. This is a poem by Rudyard Kipling. Rudyard Kipling. Rudyard Kipling. ഈ പേര് നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. ബൈ റഡിയാർഡ് കിപ്ലിംഗ്. ഇറ്റ് ഈസ് എ പോയം ബൈ റഡിയാർഡ് കിപ്ലിംഗ്. RUDYARD കിപ്ലിംഗ്. KIPLING. റഡിയാർഡ് കിപ്ലിംഗ്. റുഡിയാർഡ് എന്നല്ല വായിക്കുന്നത്, റഡിയാർഡ് കിപ്ലിംഗ്. റഡിയാർഡ് കിപ്ലിംഗ്. ആക്ച്വലി ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഹി ഈസ് എൻ ഇംഗ്ലീഷ് മാൻ. റഡിയാർഡ് കിപ്ലിംഗ് ഈസ് എൻ ഇംഗ്ലീഷ് മാൻ, ബട്ട് ഹി ഹാസ് ആൻ ഇന്ത്യൻ കണക്ഷൻ. Actually, he is an Englishman, but he has an Indian connection because he was born in India and he spent his childhood also in India. അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, ചെറിയ ബാല്യകാലം കഴിഞ്ഞതും ഇന്ത്യയിലാണ്. ഒരു ഇന്ത്യൻ കൾച്ചറിലാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്ന് പറയാം. ഇന്ത്യൻ കൾച്ചറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നമുക്കറിയാം, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ കൾച്ചർ ഈസ് വെരി ഡിഫറൻറ്റ് ഫ്രം ദ അതർ കൾച്ചേഴ്സ്. കാരണം നമ്മൾ ഒരുപാട് ഇപ്പം കുടുംബ ബന്ധങ്ങളും ഊഷ്മളത, ഫാമിലി റിലേഷൻസിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, അതൊക്കെ നമ്മുടെ ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം നമ്മൾ നമ്മുടെ പേരൻസിനോട് ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മൾ നമ്മുടെ മുതിർന്നവരോട് ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മൾ മുതിർന്നവരെ ഒരിക്കലും അതിൻ്റെ പേരെടുത്ത് നമ്മൾ ആരും വിളിക്കാറില്ല. പക്ഷേ ഇംഗ്ലീഷ് സൊസൈറ്റിയിലാണെങ്കിൽ അച്ഛനെ ആണെങ്കിൽ പോലും അവർ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പേരെടുത്ത് വിളിക്കും. ഞാൻ പറയുന്നത് മോശമായ ക്വാളിറ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ കൾച്ചർ ഈസ് സംതിങ് ഡിഫറൻസ്. നമ്മളെല്ലാത്തിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റഡിയാർഡ് കിപ്ലിംഗ് ഈസ് എൻ ഇംഗ്ലീഷ് മാൻ, ബട്ട് ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ ആൻഡ് നാച്ചുറലി ദ ഇന്ത്യൻ കൾച്ചർ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് പേഴ്സണാലിറ്റി. ഒരു ചെറിയ പരിധിവരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ ഇന്ത്യൻ സംസ്കാരം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം കണ്ടതും കേട്ടതുമെല്ലാം ഇന്ത്യയിലാണ് തുടക്കം. ഹി വാസ് ഇൻ ബോംബെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1865. റഡിയാർഡ് കിപ്ലിംഗ് 1865 1865 തൊട്ട് 1936 1936 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1865 to 1936. That means the second part of the 19th century and the first part of the 20th century. He was a poet who lived, Rudyard Kipling was a poet who lived during the second part of the 19th century and the first part of the 20th century. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിലും അല്ലെങ്കിൽ രണ്ടാം പകുതിയിലും 20ാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതിയിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. 1865 തൊട്ട് 1936 വരെ. നിങ്ങൾക്കറിയാം, ഈ 1865 കാലഘട്ടം, ഞാനിപ്പോൾ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ 1865 കാലഘട്ടത്തിന് ഇംഗ്ലീഷ് പറയുന്നൊരു പേരുണ്ട്, വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജ്. അത് തന്നെ വേറൊന്ന് മാറ്റി പറയും, വിക്ടോറിയൻ ഇറ. വിക്ടോറിയൻ ഏജ് ഓർ വിക്ടോറിയൻ ഇറ. കാരണം ഇംഗ്ലീഷുകാരുടെ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ അവരുടെ ഓരോ നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ മഹാറാണിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ദേർ വാസ് ക്വീൻ വിക്ടോറിയ. 1865 കാലഘട്ടം എന്ന് പറഞ്ഞാൽ 19ാം നൂറ്റാണ്ട്. ആ 19ാം നൂറ്റാണ്ട് അറിയപ്പെടുന്നത് ക്വീൻ വിക്ടോറിയയുടെ പേരിലാണ്. ക്വീൻ വിക്ടോറിയയുടെ പേരിൽ അറിയപ്പെടുന്ന നൂറ്റാണ്ടായതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ട് കൊടുത്തിരിക്കുന്ന പേര് വിക്ടോറിയൻ ഏജ് ഓർ വിക്ടോറിയൻ ഇറ. സോ ഹി വാസ് എ വിക്ടോറിയൻ പോയറ്റ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച കവികളെയും ഇങ്ങനെ പേരിട്ട് പറയും, ഹി വാസ് എ വിക്ടോറിയൻ പോയറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വെക്കുക. റഡിയാർഡ് കിപ്ലിംഗ് വാസ് എ വിക്ടോറിയൻ പോയറ്റ്. ഹി വാസ് എ വിക്ടോറിയൻ പോയറ്റ്. അത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും വിക്ടോറിയൻ പോയറ്റ് എന്നുള്ള കാര്യം ശരിയാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വിക്ടോറിയൻ എറ കഴിഞ്ഞിട്ട് 1936 വരെ ഉണ്ടായിരുന്നു. എനിഹോ ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ വെരി പോപ്പുലർ വിക്ടോറിയൻ പോയിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ 2 കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഹീ ഈസ് എ ഇംഗ്ലീഷ് പോയിറ്റ്, ഹീ ഈസ് എൻ ഇംഗ്ലീഷ് പോയിറ്റ്, ബട്ട് ഹീ ഹാസ് സം കണക്ഷൻ വിത്ത് ദ ഇന്ത്യൻ കൾച്ചർ ബിക്കോസ് ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ. He was born in India and he spent his childhood in India. So naturally, the Indian culture influenced his character to a certain extent. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഇന്ത്യൻ സംസ്കാരം സ്വാധീനിച്ചിട്ടുണ്ട്. പോയിന്റ് നമ്പർ 1. Then his period is Victorian era or Victorian age. That was 1865 to 1936. That means the second half of the 19th century and the first half of the 20th century. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവിയെ തൽക്കാലം വേണമെങ്കിൽ നിർത്താം. ഹി വാസ് ദ റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ് ഇൻ 1907. 1907 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1907 he won the Nobel Prize for Literature. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ സാഹിത്യത്തിന് നോബൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു വലിയ പോയിറ്റാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഹി വൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1907. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കിൻ്റെ പേരാണ്, നിങ്ങളെല്ലാം കേട്ട് കാണും, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ്, പക്ഷേ നിങ്ങളത് വായിച്ച് കാണാനും സാധ്യതയുണ്ട്, ദ ജംഗിൾ ബുക്ക്. ദ ജംഗിൾ ബുക്ക്, എ വെരി മോസ്റ്റ് പോപ്പുലർ സ്റ്റോറി, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന കഥ. ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇഫ് എന്ന് പറയുന്ന പോയം ഓതർ റെഡ്യാർഡ് കിപ്ലിംഗ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1865 to 1936 ലീവ്. ഇദ്ദേഹത്തിന് ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ and he spent the childhood in India, so naturally he was influenced by the Indian culture. He belonged to the Victorian age or the Victorian era. ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ആൻഡ് ഹി വാസ് ദ റെസിപ്പിയൻറ്റ്. ആ വാക്ക് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. റെസിപ്പിയൻറ്റ്, റിസീവ് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് റെസിപ്പിയൻറ്റ്. അദ്ദേഹം ഹി വാസ് ദ റെസിപ്പിയൻറ്റ് ഓഫ് ലിറ്റററി നോബൽ പ്രൈസ് ഇൻ 1907. 1907 നോബൽ പ്രൈസിൻ്റെ അർഹനായ വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ ജംഗിൾ ബുക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് ദ ജംഗിൾ ബുക്ക്. ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയം ആരംഭിക്കാവുന്നതാണ്. ഇഫ് എന്ന് പറയുന്ന ഈ പോയം ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ. ഈ എങ്കിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടീഷനെ കാണിക്കാൻ പറയുന്ന വാക്കാണ്. നിങ്ങൾക്കൊരു കണ്ടീഷനാണ്. ബസ് വരികയാണെങ്കിൽ ഞാൻ പോകും. അപ്പം ഞാൻ പോകും. ബട്ട് ദെയർ ഈസ് എ കണ്ടീഷൻ. ബസ് വരികയാണെങ്കിൽ ഞാൻ പോകും, അല്ലാതെ ഞാൻ പോകില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ എങ്കിൽ 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 എന്ന് പറയുന്ന ഒരു പദമുണ്ടാകുന്നത്, ആ പദം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യക്കുറി അടിക്കുകയാണെങ്കിൽ ഞാനൊരു കാറ് വാങ്ങും, ഞാനൊരു വീട് വയ്ക്കും. അപ്പം ഞാൻ വീട് വയ്ക്കും, അല്ലെങ്കിൽ ഞാനൊരു കാറ് വാങ്ങും. പക്ഷേ ദർ ഈസ് എ കണ്ടീഷൻ. ഭാഗ്യക്കുറി അടിക്കുകയാണെങ്കിൽ, എങ്കിൽ ദർ ഈസ് എ കണ്ടീഷൻ. അപ്പോൾ ഇഫ് എന്ന് പറയുന്നത് എങ്കിൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം കുറേ കണ്ടീഷൻസാണ് ഈ കവിതയിൽ അവതരിപ്പിക്കാൻ പോണത്. കുറേ കണ്ടീഷൻസാണ് ഈ കവിതയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കവിതയ്ക്ക് അദ്ദേഹം ആപ്റ്റായിട്ട് 2 അക്ഷരമുള്ളൊരു പേര് കൊടുത്തു, ഇഫ് എന്ന് പേര് കൊടുത്തു, എങ്കിൽ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയാൻ പോകുന്നറിയാമോ? ഈ കവിതയിൽ, ഈ കവിതയുടെ പേജ് നമ്പർ, ഈ കവിത കിടക്കുന്ന പേജ് നമ്പർ പേജ് നമ്പർ 30. ആ പേജ് നമ്പർ 30 ഈ കവിത കിടക്കുന്നത്. ഈ കവിതയിൽ അദ്ദേഹം പറയാൻ പോകുന്നത് ഹൂ ഈസ് എ റിയൽ മാൻ, ആരാണ് ഒരു ശരിയായ മനുഷ്യൻ. ഹൂ ഈസ് എ റിയൽ മാൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ റിയൽ മാൻ. ഒരു ശരിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
എന്താണ് ഒരു ശരിയായ മനുഷ്യൻ്റെ ഗുണഗണങ്ങൾ, ക്വാളിറ്റീസ് എന്തെല്ലാമാണ്? ഇപ്പം നമ്മളൊക്കെ പറയാറുണ്ട് ഐ എം എ മാൻ എന്ന് പറയാറുണ്ട്, പെട്ടെന്ന് നമ്മൾ വളരെ കൂളായിട്ട് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ് ഈ മാൻ എന്ന് പറയുന്ന വാക്ക്. ഹു ഈസ് എ മാൻ? പണ്ട് ഏതോ ഒരു മഹാൻ പറഞ്ഞു വെച്ചു, വാട്ട് ഈസ് എ മാൻ ഓർ ഹു ഈസ് എ മാൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, മാൻ ഈസ് എ ടു ലെഗ്ഡ് ആനിമൽ. മാൻ ഈസ് എ ടു ലെഗ്ഡ് ആനിമൽ. ഈ മാൻ ഈസ് എ ടു ലെഗ്ഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ രണ്ട് കാലുള്ളൊരു മൃഗമാണ് മനുഷ്യൻ. യെസ്, ശരിയാ, രണ്ട് കാലുള്ള മൃഗം തന്നെയാണ് മനുഷ്യൻ. മാൻ ഈസ് എ ടു ലെഗ്ഡ് ആനിമൽ, നോ ഡൗട്ട്. പക്ഷെ ഒരു കാര്യം, കോഴിക്കും രണ്ട് കാലേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയാറില്ലല്ലോ കോഴി ഒരു മനുഷ്യനാണെന്ന് പറയാറില്ലല്ലോ. താറാവിനും രണ്ട് കാലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയാറില്ലല്ലോ താറാവ് ടു ലെഗ്ഡ് ആനിമൽ ആയതുകൊണ്ട് മനുഷ്യനാണെന്ന് പറയാറില്ലല്ലോ. അപ്പം രണ്ട് കാലുണ്ടായാൽ മനുഷ്യനാകില്ല അല്ലേ? പിന്നെയും പറയാറുണ്ട് മാൻ ഈസ് എ ലാഫിങ് ആനിമൽ. ബാക്കി പല മൃഗങ്ങൾക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് ചിരിക്കാനുള്ള കപ്പാസിറ്റി, ചിരിക്കാനുള്ള കഴിവ്. മനുഷ്യന് ചിരിക്കാനായിട്ട് കഴിയും. മാൻ ഈസ് എ ലാഫിങ് ആനിമൽ എന്ന് പറയും. അപ്പോൾ മനുഷ്യൻ ചിരിക്കുന്നൊരു ജീവിയാണ്. ഈ ചിരിക്കുന്ന മാത്രം ജീവിയാണോ മനുഷ്യൻ? ചിരിച്ചത് കൊണ്ട് മാത്രം മനുഷ്യനാകുമോ? നമ്മൾ പറയാറുണ്ടല്ലോ ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന മനുഷ്യൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ കൊല്ലുന്ന സമയത്ത് പോലും ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതാണോ മനുഷ്യത്വം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ഹു ഈസ് എ മാൻ? ദാറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ടു ആൻസർ. കേൾക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ ഹൗ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഹു ഈസ് എ മാൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ? How can you become a perfect man? What are the qualities required? It is very difficult to explain. ഒരു മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ ആ പദത്തിന് അവൻ പൂർണ്ണമായിട്ട് അർഹരാകണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു മനുഷ്യനാണ് എന്നൊരാൾ നെഞ്ചത് പറഞ്ഞ് പറയുമ്പോഴേക്ക് അവനിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് എന്നും കൂടെ നോക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ പോയത്തിൽ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാട്ട് ആർ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ റിയൽ മാൻ? അതാണ് അദ്ദേഹത്തിൽ അനലൈസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ റിയൽ മാൻ? ഒരു യഥാർത്ഥ മനുഷ്യൻ. നിങ്ങൾക്കും ഒരു നല്ല മനുഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും ഒരു നല്ല മനുഷ്യനാകണ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് ആനുപാതികമായിട്ട് നമ്മൾ ചില ഗുണഗണങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്, ചില ക്വാളിറ്റീസും വളർന്നു വരേണ്ടത്. ഏതെല്ലാം ക്വാളിറ്റീസ് വേണം? ദാറ്റ് ഈസ് വാട്ട് ഹി അനലൈസസ് ഇൻ ദ പോയം ഇഫ്. സോ അപ്പം ഞാനിത് ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ പറയുകയാണ്, ദ പോയം ഇഫ് ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് ഇൻ എ പെർഫെക്റ്റ് മാൻ. ദ പോയം ഇഫ് ഡിസ്ക്രൈബ്സ്, ഈ പാഠം വിശദീകരിക്കുന്നു ദ ക്വാളിറ്റീസ്, ചില ഗുണങ്ങൾ. ഏത് ഗുണങ്ങൾ? ദ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് ഇൻ എ പെർഫെക്റ്റ് മാൻ. ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, ഒരു പെർഫെക്റ്റ് മാൻ, ഒരു സമ്പൂർണ്ണ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങൾ ഏതെല്ലാം? ഒരു സമ്പൂർണ്ണ മനുഷ്യന് എന്തെല്ലാം ഉണ്ടാകേണ്ടതാണ്? സോ വാട്ട് ആർ ദ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് എ പെർഫെക്റ്റ് മാൻ? ദാറ്റ് ഈസ് വാട്ട് ഹി അനലൈസസ് ഇൻ ദ പോയം ഇഫ്. അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ അദ്ദേഹം അതാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടെയൊക്കെ ഓർമ്മിക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് ഈ ബ്ലോക്കിൻ്റെ തന്നെ കണ്ടൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നാണ്, വ്യക്തിത്വ വികസനം എന്നാണ് ഇതിൻ്റെ അല്ലേ? അപ്പോൾ ആ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാഠമാണ് ഇഫ് എന്ന് പറയുന്ന ഈ പാഠം. ആ പാഠത്തിൽ റെഡിയാർഡ് കിപ്ലിംഗ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു വരുന്നത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് ഇൻ എ പെർഫെക്റ്റ് മാൻ. ഒരു പെർഫെക്റ്റ് മാനിൽ ഉണ്ടാകേണ്ടുന്ന ഗുണഗണങ്ങൾ എന്തെല്ലാം, അദ്ദേഹം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ഗുണഗണങ്ങൾ എന്തെല്ലാം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ടു ബി എക്സ്പെക്റ്റഡ് ഇൻ എ മാൻ. ഈ പോയമിനെ ഇദ്ദേഹം 8 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 8 ലൈൻസ് ഉള്ള 4 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 8 ലൈൻസ് വീതമുള്ള 4 സ്റ്റാൻസാസ്. ഈ ഓരോ സ്റ്റാൻസയിലും 8 വരികൾ വീതമുള്ള ഓരോ സ്റ്റാൻസയിലും അദ്ദേഹം 1, 2, 3, 4 ക്വാളിറ്റീസൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ആദ്യത്തെ വരി ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, പ്ലീസ് ടേക്ക് ദ ബുക്ക് ആൻഡ് ഓപ്പൺ ദ പേജ് 30. Open the page 30. If you can keep your heads when all about you are losing days and blaming it on you. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളൊരു പോയം പഠിക്കുമ്പോൾ
നമ്മൾ ഈ മലയാളമോ ഇംഗ്ലീഷോ വായിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് പോയം പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ലൈൻ വായിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വരി കഴിയുമ്പോൾ നിർത്തരുത്. ഒന്നാമത്തെ വരിയോ രണ്ടാമത്തെ വരിയിലോ എവിടെയാണോ ഒരു കോമ കൊണ്ട് അല്ലെങ്കിൽ ഒരു സെമി കോളം കൊണ്ട് നിർത്തുന്നത് അവിടം വരെയുള്ള മീനിങ് ഒരുമിച്ചെടുക്കണം. അല്ല ഒരു വരിയുടെ മീനിങ് മാത്രമായിട്ട് ഒരുമിച്ചെടുത്താൽ അർത്ഥം കിട്ടില്ല. ആ ഒരു വരിയുടെ തുഴ ചിലപ്പോൾ രണ്ടാമത്തെ വരിയും കൂടെ കാണും. ആ രണ്ടാമത്തെ വരിയും കൂടെ ചേർന്നാൽ ഒന്നാമത്തെ വരിയുടെ അർത്ഥം പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ രണ്ട് വരികൾ ചേർന്നുകൊണ്ടാണ് ഈ ഒന്നാമത്തെ പോയിന്റ് ഇദ്ദേഹം പറയുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു, അത് ലൈൻ നമ്പർ 1 ആണ്, പക്ഷെ അവിടെ കോമ വന്നിട്ടില്ല. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, കണ്ടീഷൻ നമ്പർ 1, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തല സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഞാനതിന് ഒരല്പം ഒന്ന് മാറ്റി പറയുകയാണ്, അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ അല്പം ഒന്ന് മാറ്റി പറയുകയാണ്. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്. അദ്ദേഹം കീപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനവിടെ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല കീപ്പ് അപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ തീർന്നില്ല. വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദേഴ്സ്, വെൻ ഓൾ അബൌട്ട് യു, അബൌട്ട് ഈസ് ഇക്വൽ ടു നമുക്കിവിടെ കവിതയിൽ കൊണ്ടുവരുന്ന അർത്ഥം ഓൾ എറൗണ്ട് യു. ഇപ്പം നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അത് കുടുംബം എന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഫാമിലി എന്ന് പറയുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ക്ലാസ് എന്ന് പറയുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത് അറിയാമോ, നിങ്ങളുടെ ചുറ്റിലുള്ളവർക്ക് അവരുടെ തല നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ, അതാണ് ഈ മീനിങ്ങിൻ്റെ ഏകദേശം, ഈ വരിയുടെ ഏകദേശ മീനിങ്. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ്, ഞാൻ അവിടെ ഒരു വാക്കുകൂടെ അധികം ചേർത്തു ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ, എപ്പോഴും വെൻ ഓൾ അറൗണ്ട് യു, ടെക്സ്റ്റിൽ കിടക്കുന്ന വാക്ക് എബൌട്ട് യു, വെൻ ഓൾ അറൗണ്ട് യു, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ ആർ ലോസിങ് ദേഴ്സ്, അവർക്ക് അവരുടെ തല ലോസ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാമോ, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയണം, തല കുനിക്കരുത്, തല ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ആരുടെയും മുമ്പ് തല കുനിക്കേണ്ടുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി അവരവരുടെ വ്യക്തിത്വങ്ങൾ അടിയറ വയ്ക്കാറുണ്ട്. സോ മെനി പീപ്പിൾ സറണ്ടർ ദെയർ പേഴ്സണാലിറ്റി ഫോർ ടെമ്പററി പ്രോഫിറ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ഫോർ ടെമ്പററി പ്രോഫിറ്റ് ആൻഡ് ബെനിഫിറ്റ്സ്, താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾക്കോ അല്ലെങ്കിൽ നേട്ടങ്ങൾക്കോ വേണ്ടി പലരും പലരുടെയും വ്യക്തിത്വം പണയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതാണ് അവരവരുടെ തല ലോസ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം മീൻ ചെയ്യുന്നത്. പലരും അവരവരുടെ വ്യക്തിത്വം പണയപ്പെടുത്തി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റിലുള്ള സകല ആൾക്കാരും അവരവരുടെ തല പണയപ്പെടുത്തിയാലും, അവരുടെ വ്യക്തിത്വം പണയപ്പെടുത്തിയാലും, അവരുടെ തല ലോസ് ചെയ്യാൻ അനുവദിച്ചാലും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഓൾവേസ് കീപ്പ് അപ്പ് യുവർ ഹെഡ്, ഓൾവേസ് കീപ്പ് അപ്പ് യുവർ ഹെഡ്. നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തി തന്നെ പിടിക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത്, പേഴ്സണാലിറ്റി കളഞ്ഞു കുളിക്കരുത്, ഇൻഡിവിജ്വാലിറ്റി കളഞ്ഞു കുളിക്കരുത്, അല്ലേ? ഇനി പൊന്നുകൊണ്ട് കൊട്ടാരം പണിത് തരാമെന്ന് പറഞ്ഞാൽ പോലും അന്തസ് വിട്ട് കളിക്കാൻ നിൽക്കരുത്. എന്തെല്ലാം വന്നാലും അന്തസ് വിട്ട് കളിക്കാൻ നിൽക്കരുത്. അവിടെയാണ് ഓൾവേസ് കീപ്പ് അപ്പ് യുവർ ഹെഡ്. പക്ഷേ അപ്പം നിങ്ങൾക്ക് പറയാം, അപ്പുറത്തവൻ ചെയ്തല്ലോ, അവൻ തോറ്റു കൊടുത്തല്ലോ, സറണ്ടർ ചെയ്ത് കൊടുത്തല്ലോ, വഴങ്ങിക്കൊടുത്തല്ലോ, അവൻ ചെയ്തോട്ടെ. ഇപ്പുറത്തവൻ വഴങ്ങിക്കൊടുത്തല്ലോ, അവനവൻ്റെ തല ലോസ് ചെയ്യാൻ സമ്മതിച്ചല്ലോ, യെസ്, അവൻ ചെയ്തോട്ടെ. അതിനും അപ്പുറത്തുള്ളവർ, ഈ ചുറ്റിലുള്ള എല്ലാവരും അവരവരുടെ വ്യക്തിത്വങ്ങൾ പണയപ്പെടുത്താൻ തയ്യാറായല്ലോ, നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. ഐ വിൽ നോട്ട് സറണ്ടർ മൈ ഹെഡ്, ഐ വിൽ ഓൾവേസ് കീപ്പ് അപ്പ് മൈ ഹെഡ്. ഇത് പറയാൻ നിങ്ങൾ എപ്പോഴും പഠിച്ചു വയ്ക്കുക. ഐ വിൽ ഓൾവേസ് കീപ്പ് അപ്പ് മൈ ഹെഡ്. അത് എൻ്റെ ചുറ്റിലുമുള്ള 100 പേരോ 500 പേരോ 1000 പേരോ ഒക്കെ തല താഴ്ത്താനായിട്ട് മടിയില്ലാത്തവരാണെങ്കിൽ പോലും ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും.
എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. നിങ്ങളൊരു പെർഫെക്റ്റ് മാൻ ആണെന്ന് പറയാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാൻ്റെ അർത്ഥം എന്നറിയാം. ഒന്നാമത്തെ ക്വാളിറ്റി എന്നറിയാമോ? നെവർ ലോസ് യുവർ ഹെഡ്, ഓൾവേസ് കീപ്പിംഗ് ഇറ്റ് അപ്പ്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തി പിടിക്കുക എന്ന് ഒരല്പം കൂടെ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദേഴ്സ് എന്ന് പറഞ്ഞാൽ ദെയർ ഹെഡ്സ് എന്നാണ്. മറ്റുള്ളവരെല്ലാം അവരുടേത് താഴ്ത്തി കൊടുക്കുമ്പോഴും നഷ്ടപ്പെടുത്തി കൊടുക്കുമ്പോഴും, അവരുടെ തല പണയപ്പെടുത്തി കൊടുക്കുമ്പോഴും താഴ്ത്തി കൊടുക്കുമ്പോഴും, അവരുടെ വ്യക്തിത്വം പണയപ്പെടുത്തി കൊടുക്കുമ്പോഴും, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ, ഇത് മാത്രമല്ല, അവരൊക്കെ താഴ്ത്തി കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. അവരുടെ ഒപ്പം കൂടാത്തവരാരാണോ അവര് ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും. അവരുടെ കൂട്ടത്തിൽ കൂടാത്തവരെല്ലാം ബ്ലെയിം ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ ചെയ്തുകൂടാത്തേ? നീ മാത്രം എന്തിനാ ഒരു കുഴപ്പക്കാരനായിട്ട് മാറി നിൽക്കുന്നത്? നിനക്കും കൂടെ നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ പോരെ. സോ ദേ ആർ ഓൾ ബ്ലെയിമിങ് അസ്, ദേ ആർ ഓൾ ബ്ലെയിമിങ് യു. അപ്പോൾ അവരുടെ തല പണയപ്പെടുത്തി കൊടുത്തു, അവരവരുടെ വ്യക്തിത്വം സറണ്ടർ ചെയ്ത് കൊടുത്തു. നീ നിന്റെ വ്യക്തിത്വം പണയപ്പെടുത്താത്തതിന് നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 100,000 ആൾക്കാർ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പണ്ട് നിങ്ങൾ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ കഥയുടെ ഒരു ഭാഗം നിങ്ങൾ ഓർമ്മിക്കുക അല്ലേ? ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ കഥയുടെ ഭാഗം ഓർമ്മിക്കുക. അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്യാനായിട്ട്, ക്രൂശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് 1-2 പേര് അദ്ദേഹത്തിൻ്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു. ദൈവപുത്രൻ്റെ നേരെ 1-2 പേര് കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വരിയുണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ആദ്യം എല്ലാവരും ഒന്ന് അറച്ചു. കാരണം ഒരു സംശയം, പാപം ചെയ്യാത്തവരാണോ എന്നൊരു സംശയം. പക്ഷേ എന്നിട്ട് ആരോ ഒരുത്തൻ ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു. ഇതാണ് ജനം. ഒരാൾ തുടങ്ങി വെച്ചാൽ പിന്നെ എല്ലാവരും അങ്ങ് ചെയ്യും. കാരണം ഈ കൂട്ടത്തിൻ്റെ കൂടെ പോകുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ആര് വേണോ എറിഞ്ഞോ, ഞാൻ എറിയില്ല എന്ന് പറയാൻ കഴിയണം. ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കൂട്ടത്തിലുള്ളവരെല്ലാവരും നിങ്ങളെ ബ്ലെയിം ചെയ്യും. പക്ഷേ അപ്പോഴും അത് റെഡിയാട് കിപ്ലിംഗ് പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ കീപ് അപ്പ് യുവർ ഹെഡ്, ഓൾവേസ് ട്രൈ ടു കീപ് അപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അറൗണ്ട് യു, ടെക്സ്റ്റ് പറഞ്ഞേക്കുന്ന വാക്ക് എബൌട്ട് യു, വെൻ ഓൾ അറൗണ്ട് യു ആർ ലോസിങ് theirs, not only they are losing theirs but also they are blaming you. അവരവരുടെ തലയും അന്തസ്സും വ്യക്തിത്വവും പണയപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ അതിൻ്റെ പേരിൽ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും സ്വന്തം തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. യു ആർ എ പെർഫെക്റ്റ് മാൻ. ദിസ് ഈസ് ക്വാളിറ്റി നമ്പർ 1. അങ്ങനെ ചെയ്യുമെങ്കിൽ ക്വാളിറ്റി നമ്പർ 1 എത്ര പേർക്ക് അത് ചെയ്യാൻ കഴിയും? ഏത് പ്രതികൂല കാലാവസ്ഥയിലും തൻ്റെ തല ഉയർത്തിപ്പിടിക്കുക, തൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്തില്ല. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാനത് ചെയ്യാത്ത ആളാണ് എന്ന് പറയാൻ ഹൗ മെനി ഓഫ് യു ക്യാൻ? പക്ഷേ നല്ല കാര്യമാണെങ്കിൽ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് theirs ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇനി അടുത്ത വീണ്ടും, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. രണ്ടാമത്തെ പോയിന്റ്. ഓരോ പോയിന്റ് പറയുമ്പോഴും അത് ഈ വാക്കിൽ തന്നെ തുടങ്ങും, ഇഫിൽ തന്നെ തുടങ്ങും. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ, ട്രസ്റ്റ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരെല്ലാം വിശ്വസിക്കണം. ശരിയാ, മറ്റുള്ളവരൊക്കെ ഞാൻ പറയുന്നത് വിശ്വസിക്കണം, എന്നെ അവിശ്വസിക്കരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആദ്യമായിട്ട് വിശ്വസിക്കേണ്ട ആരാണെന്ന് അറിയാമോ? നമ്മൾ തന്നെയാണ്. കാരണം എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ഐ ട്രസ്റ്റ് മൈസെൽഫ്. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വേണം. വാട്ട് ആം ഐ?
വാട്ട് ഐ വിൽ ഡു ആൻഡ് വാട്ട് ഐ വിൽ നോട്ട് ഡു. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യില്ല. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഐ നോ മൈസെൽഫ്, ഐ നോ മീ. എനിക്ക് എന്നെ അറിയാം. ആ ഒരു നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 2. വെൻ യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, വെൻ യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, വീണ്ടും അതിൻ്റെ ബാക്കിയുണ്ട്, വെൻ ഓൾ മെൻ ഡൗട്ട് യു, വെൻ ഓൾ മെൻ ഡൗട്ട് യു. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് എപ്പോഴും, ഓൾ അതർ മെൻ ഡൗട്ട് യു. ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ സംശയിക്കുന്നു. ഓൾ അതേഴ്സ് ഡൗട്ട് യു, ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ സംശയിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാമോ? ഇപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവല്ല. പക്ഷേ മറ്റു പലർക്കും തോന്നുന്നുണ്ട് ഇവനാണ് മോഷ്ടിച്ചവൻ എന്ന് തോന്നുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ വെച്ചാലും ഇവനാണ് മോഷ്ടിച്ചത് എന്നവർക്ക് പറയാനായിട്ട് കഴിയുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ്. മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, മൈ മൈൻഡ് ഈസ് ക്ലീൻ, മൈ സോൾ ഈസ് ക്ലീൻ, ദർ ഈസ് നോ ബ്ലഡ് ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ കൈകളിൽ രക്തമില്ല എന്ന് ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 2. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞുകൊണ്ട്